സിനിമയെക്കുറിച്ച് അഭിപ്രായം പറയുമ്പോൾ അത് മാക്സിമം ഷോർട്ടാക്കി പറഞ്ഞൂടെ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ചുരുക്കി ഒന്ന് പറയാം. ചിരിയാണ് മെയിൻ പരിപാടി. കുറേ ചെറുതും വലുതും ഒക്കെ ആയിട്ടുള്ള രസമുള്ള ചിരികൾ സിനിമ സമ്മാനിക്കുന്നുണ്ട്. ദിലീപ് വിനയൻ കൂട്ടുകെട്ടിൽ വന്നിട്ടുള്ള പഴയ ചില സിനിമകളൊക്കെ ഇല്ലേ, അതിനെ അനുസ്മരിപ്പിക്കുന്ന ഒരു കഥാതന്തുവിലേക്ക് സ്വയം പരിഹാസ്യരാവുന്ന കുറച്ച് വസന്തങ്ങളുടെ കാരിക്കേച്ചർ രൂപങ്ങളൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് വളരെ രസമായിട്ട് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു സിനിമയാണ്. തലച്ചോറ് കുറച്ച് ഉപയോഗിച്ച് കുറച്ച് രസമുള്ള ചിരികളൊക്കെ ആയിട്ട് അങ്ങനെ പോവാം. പക്ഷേ ചുരുങ്ങിയ വാക്കുകളിൽ മാത്രമായിട്ട് സിനിമയെക്കുറിച്ച് പറയാമെന്ന് പറയുന്നത് 2.5 മണിക്കൂർ സിനിമയെക്കുറിച്ച് അഭിപ്രായം പറയുമ്പോൾ അത് 60 സെക്കൻഡ് റീലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ ചെയ്യുന്നത് ആ സിനിമയോട് കാണിക്കുന്ന ഒരു നീതികേടല്ലേ. നമ്മളിപ്പോൾ സംസാരിക്കുന്നത് പൈങ്കിളി എന്ന സിനിമയെക്കുറിച്ചാണ്. ജിത്തു മാധവൻ തിരക്കഥൊരുക്കി ജിത്തു മാധവനും ഫഹദ് ഫാസിലും ചേർന്ന് നിർമ്മിച്ചിട്ടുള്ള ശ്രീജിത്ത് ബാബു സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ സിനിമ. സജിൻ ഗോപു, അനശ്വര രാജൻ തുടങ്ങിയവരൊക്കെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന സിനിമയാണ്. ഈ സിനിമയുടെ പോസിറ്റീവ്സ് നിന്ന് ആരംഭിക്കുമ്പോൾ ഒന്നാമത്തെ പോസിറ്റീവ് ഈ സിനിമയിലെ ആ ഒരു ഹ്യൂമർ സൈഡാണ്. തമാശയ്ക്ക് വേണ്ടി നമുക്കൊരു തമാശ ഉണ്ടാക്കാം എന്ന ഉദ്ദേശത്തോടു കൂടി ഉണ്ടാക്കിയതായി തോന്നിപ്പിക്കാത്ത തമാശകളാണ് ഈ സിനിമയിലുടനീളമുള്ളത്. ഒരു രസത്തിൽ, ഒരു ഓളത്തിൽ അങ്ങനെ അങ്ങ് കണ്ടിരിക്കാവുന്ന കുറേ ചിരികൾ. നമ്മൾ ഈ ഫ്രണ്ട്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ട് ശബ്ദം താഴ്ത്തി നമ്മൾ പിന്നെ അങ്ങനെ എന്ന് പറയുന്നൊരു കൗണ്ടർ പറയുക ചെയ്യില്ലേ, ആ ഒരു ലെവലിലേക്കൊക്കെ പോകുന്ന കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഇതിനകത്ത് ഒരുപാട് റെഫറൻസുകൾ അവർ ഉപയോഗിച്ചിട്ടുണ്ട്. മോഹൻലാൽ, മമ്മൂട്ടി, പിന്നെ പഴയ ചില സിനിമകൾ, പ്രത്യേകിച്ച് വസന്തങ്ങൾ എന്ന് വിളിക്കുന്ന ആളുകൾക്ക് പ്രിയപ്പെട്ടതായിട്ടുള്ള ചില സിനിമകളൊക്കെ ഉണ്ടല്ലോ. ഫേസ്ബുക്കിൽ മറ്റേ കാവ്യാത്മകം എന്ന് സ്വയം തോന്നി പോസ്റ്റ് ചെയ്യുന്ന കുറേ കാര്യങ്ങളൊക്കെയുള്ള ആ ഒരു പരിപാടിയൊക്കെ, അതിനൊക്കെ നല്ല രീതിയിൽ സിനിമ എടുത്ത് കൊടുത്തിട്ടുണ്ട്. സജിൻ ഗോപു ഈ സിനിമയിൽ അവതരിപ്പിക്കുന്ന കഥാപാത്രം എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റും നമുക്ക് മഷിയിട്ടൊന്നും നോക്കണ്ട, ചുമ്മാ ഒന്ന് കണ്ണുറന്ന് നോക്കിയാൽ കാണാവുന്ന ക്യാരക്ടേഴ്സാണ്. രണ്ടാമത്തെ പോസിറ്റീവ് പ്രകടനങ്ങളാണ്. അതിൽ എടുത്തു പറയേണ്ട കുറേ ആളുകളുണ്ടല്ലോ. പ്രത്യേകിച്ച് ഇതിൽ സജിൻ ഗോപുവിൻ്റെ അമ്മയുടെ ക്യാരക്ടർ ചെയ്തിരിക്കുന്ന ആർട്ടിസ്റ്റ് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ അവരുടെ പേര് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കി കിട്ടിയില്ല. എൻ്റെ പൊന്നു ചേച്ചി, നിങ്ങൾ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളി എന്ന് പറഞ്ഞാൽ സജിൻ ഗോപുവിൻ്റെ കഴുത്തിന് പിടിക്കുന്ന ഒരു സീനൊക്കെ ഇല്ലേ, പലപ്പോഴും പറയണമെന്ന് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. ഈ ബോഡി ലാംഗ്വേജ് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ക്യാരക്ടറായിട്ട് ശരീരം കൊണ്ട് അവിടെ നിൽക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. നിങ്ങളൊരു ഫ്രെയിമിംഗ് കൊണ്ട് നിർത്തിയിട്ട് നിങ്ങൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട. ഇവിടെ 2 ആൾക്കാർ ഡയലോഗ് പറയുന്നുണ്ട്, അപ്പോൾ അത് കേട്ടോണ്ട് നിന്നാവോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ട് നിൽക്കും? കൈ എവിടെ വെക്കും? കണ്ണ് എങ്ങോട്ട് പോകും? എക്സ്പ്രഷൻ എപ്പോൾ വരണം? അല്ലെങ്കിൽ എന്ത് എക്സ്പ്രഷൻ ഇടണം? അത് ഒരു എക്സ്പ്രഷൻ ഇടണ്ടേ? ഒരുപാട് കൺഫ്യൂഷൻസ് ഉള്ളൊരു സാധനമാണ്. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ശരീരഭാഷ എന്ന് പറയുന്നത്. ആ ക്യാരക്ടർ, സിറ്റുവേഷൻ, ഇതൊക്കെ ശരിക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ഇവിടേക്ക് വരുമ്പോണ്ടല്ലോ ആ പുള്ളിക്കാർ ഭയങ്കര രസമാണ്. അവരുടെ കരച്ചിൽ സീനൊക്കെ ആണെങ്കിലും ഹ്യൂമർ പരിപാടികളൊക്കെ ആണെങ്കിലും പെട്ടെന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിന്നിട്ട് ആ സാധനം മാറുന്നൊരു സംഭവമൊക്കെ ഉണ്ട്. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാനിത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എന്തായാലും ഒന്നുകൂടി സെർച്ച് ചെയ്ത് നോക്കും. പുള്ളിക്കാരുടെ പേര് കിട്ടുകയാണെങ്കിൽ ഞാൻ ആഡ് ചെയ്യാം. പിന്നെ അബു സലീം വളരെ രസമായിട്ട് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരുപാട് ഡയലോഗുകളൊന്നുമില്ല, പക്ഷെ കറക്റ്റാണ്. അങ്ങനെ ഒരു അപ്പനെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനെ വളരെ രസമായിട്ട് ഈ സജിൻ ഗോപു, അബു സലീം ആ കോമ്പിനേഷനൊക്കെ അവർ ആലോചിച്ച് അങ്ങനെ ഒരു കാസ്റ്റിംഗ് നടന്ന് അത് അടിപൊളി പരിപാടിയാണ്. പിന്നെ റിയാസ് ഖാൻ്റെ മുഖത്ത് ഇത്രയും ഭാവങ്ങളൊക്കെ ഒരു സിനിമയിൽ തന്നെ ഉപയോഗിക്കുന്നത് വളരെ കുറച്ചേ സംഭവിച്ചിട്ടുള്ളത്. സംഭവിച്ചിട്ട് തന്നെ ഉണ്ടോയെന്ന് എനിക്ക് സംശയമാണ്. പക്ഷേ കിട്ടിയ പരിപാടി പുള്ളി രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പുള്ളിയുടെ കൂടെയുള്ള 2 കൂട്ടുകാരുണ്ട്. കൂട്ടുകാരല്ല, പുള്ളിയുടെ പണിക്കാർ അല്ലെങ്കിൽ സഹായികൾ എന്നൊക്കെ പറയുന്ന അവർ 2 പേരും നൈസായിരുന്നു. ആവേശത്തിൽ നമ്മൾ കണ്ട റോഷൻ ഷാനവാസ്, പുള്ളി വളരെ രസമായിട്ട് തന്നെ ആ ഒരു ക്യാരക്ടറിനെ ചെയ്തിട്ടുണ്ട്. നായകൻ്റെ കൂട്ടുകാരെന്ന് പറയുമ്പോൾ സ്ഥിരം മണ്ടത്തരങ്ങൾ മാത്രം പറ്റുന്ന ഒരു വിവരം വെളിവില്ലാത്തൊരുത്തൻ എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് പോകാതെ ഇവന് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം, എന്നാലും അവൻ്റെ ഭാഗത്ത് നിന്ന് അബദ്ധങ്ങൾ സംഭവിക്കും എന്ന് പറയുന്ന ആ ഒരു കറക്റ്റ് ബാലൻസിൽ ആ ക്യാരക്ടർ ഉണ്ടായിരുന്നു എന്ന് തോന്നി. പുള്ളി അത് നന്നായി ഡെലിവർ ചെയ്തു എന്ന് എനിക്ക് തോന്നി. എടുത്തു പറയേണ്ട ഒരു പ്രകടനം ജിസ്മ വിമലിൻ്റെയാണ്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് യൂട്യൂബിലൊക്കെ അവരുടെ വീഡിയോസ് കണ്ടിട്ടുള്ള ആളുകൾക്ക് അറിയാം, അവർ വളരെ രസമായിട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എന്ന് വെച്ചാൽ ഒരു എക്സ്പ്രഷൻ വൈസ് ആണെങ്കിലും കുറച്ച് ഇമോഷണൽ കാര്യങ്ങൾ ചെയ്യാനാണെങ്കിലും അവർ മിടുക്കിയാണെന്നുള്ളത് നമുക്കറിയാം. അത് ഈ സിനിമയിലും വളരെ നന്നായി ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ ജിസ്മ വിമലിൻ്റെ യൂട്യൂബ് കോണ്ടന്റ് കൺസ്യൂം ചെയ്തിട്ടുള്ള ഒരാളെ സംബന്ധിച്ച് പുതുമയുള്ള എന്തോ അവർ ചെയ്തു എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് ഉണ്ടാവില്ല. പക്ഷെ അതൊന്നും അല്ലാതെ ഈ സിനിമ കാണുന്ന ആളുണ്ടല്ലോ, അവർക്ക് അയ്യോ ഈ നടി കൊള്ളാലോ എന്ന് പറയുന്ന ഒരു ഫുൾ ഫീലിംഗ് കൊടുക്കാൻ പറ്റുന്ന വളരെ രസമായിട്ട് തന്നെ അവർ ആ ക്യാരക്ടറിനെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ പറയേണ്ടത് നായകനെ കുറിച്ചാണ്, സജിൻ ഗോപുവിനെ കുറിച്ചാണ്. വളരെ ഗംഭീരമായിട്ട് പുള്ളി ആ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ ഇതിനു മുമ്പും എത്രയോ വീഡിയോസിൽ പുകഴ്ത്തിയിട്ടുള്ളതുപോലെ വീണ്ടും പുകഴ്ത്തുകയാണ്. സജിൻ ഗോപു ഒരു ഗംഭീര ആർട്ടിസ്റ്റാണ്, ഒരു വലിയ പെർഫോമറായി മാറാൻ സാധ്യതയുള്ള ഒരാളാണ്. അയാളിലെ ആ പ്രകടനങ്ങളെ ചൂഷണം ചെയ്യാൻ പറ്റുന്ന സിനിമകൾ ഉണ്ടാവാം എന്നുള്ളതാണ് പ്രധാനം. ഇവിടെ ഇയാൾ വളരെ സീരിയസ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്, അതാണ് കോമഡി ആയിട്ട് മാറുന്നത്. പലപ്പോഴും സംഭവിക്കുന്നതെന്ന് വെച്ചാൽ കോമഡിയായി മാറാനുള്ള സീനാണല്ലോ, അപ്പം നായകനും കോമഡി ആയിട്ട് തന്നെ അഭിനയിക്കുക എന്നുള്ളതാണ്. അതിലൊരു ഈ കോമഡിക്ക് വേണ്ടി കോമഡി ചെയ്യുക എന്ന് പറയുന്ന പോലത്തെ ഒരു സാധനം ഉണ്ടാകും. പക്ഷേ സജിൻ ഗോപു അത് വളരെ ആത്മാർത്ഥമായിട്ടാണ് ചെയ്തിരിക്കുന്നത്.
ആ ആത്മാർത്ഥത നമുക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ അതിലത്തെ ഹ്യൂമർ നമുക്ക് കുറച്ചും കൂടി വർക്ക് ആവുകയാണ് ചെയ്യുക. ആൻഡ് ഇതിൽ കുറച്ച് ഇമോഷണൽ കാര്യങ്ങളിലേക്കൊക്കെ വരുന്നുണ്ട്. സാധാരണ ഒരു സിനിമയിലാണെങ്കിൽ കരഞ്ഞ് കൂവി നിലവിളിച്ച് ഉരുണ്ട് വരണ്ട് നശിപ്പിക്കുമായിരുന്ന ഒരു രംഗമാണ്. അതിനെ ഇവർ വളരെ കൈയടക്കത്തോടെ ഈ സിനിമയുടെ സംവിധായകനും തിരക്കഥാകൃത്തും ഒക്കെ ചേർന്ന് ആ സിനിമയെ ആ സീനിനെ വളരെ കൈയടക്കത്തോടുകൂടി കൈകാര്യം ചെയ്തിട്ടുണ്ട്. സജിൻ ഗോപു അത് വളരെ രസമായിട്ട് തന്നെ ഡെലിവർ ചെയ്തിട്ടുണ്ട്. അനശ്വരയിലേക്ക് വരുമ്പോൾ രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ വീണ്ടും ഞാൻ പറയുകയാണ്, ഹ്യൂമർ കൈകാര്യം ചെയ്യുന്ന സ്പേസിലേക്ക് വരുമ്പോൾ അനശ്വര ഈ അഭിനയിക്കാൻ വേണ്ടി അഭിനയിക്കുകയാണ് എന്ന് പറയുന്ന വളരെ ഫോഴ്സ്ഫുള്ളി ചെയ്യുന്നതായിട്ടുള്ളൊരു ഫീലുണ്ട്. ഇതിന് മുമ്പുള്ള 1-2 സിനിമ, ഇപ്പം എന്ന് സ്വന്തം പുണ്യാളൻ, പിന്നെ ഏതൊരു പടം കൂടിയുണ്ട്. അപ്പോൾ ആ സിനിമയിലൊക്കെ അനശ്വരയുടെ പ്രകടനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അനശ്വരയോട് എനിക്കെന്തോ ദേഷ്യമുള്ളതുപോലെ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അവരുടെ മികച്ച പ്രകടനങ്ങളെ മികച്ചതെന്ന് തന്നെ നമ്മൾ പുകഴ്ത്തി പറഞ്ഞിട്ടേ ഉള്ളൂ, വാരിക്കൊരു പുകഴ്ത്തിയിട്ടേ ഉള്ളൂ. പക്ഷേ ഹ്യൂമർ എന്ന് പറയുന്ന ഒരു പോർഷനിലേക്ക് വരുമ്പോൾ വല്ലാണ്ട് സ്ട്രഗിൾ ചെയ്യുന്ന പോലെ ആസ് ആൻ ആക്ടർ അവരിലൊരു ഒരു മാറ്റം ഫീൽ ചെയ്യുന്നില്ല. ഞാനൊരു ചെറിയ കാര്യം കൂടി ഇതിനോട് ചേർത്ത് വെക്കാം. നമ്മൾ ചില അഭിനേതാക്കളെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി, ഇവരൊക്കെ ഓരോ ഡയറക്ടേഴ്സിൻ്റെയും കീഴിലൂടെ കടന്നു വരും തോറും ഇവർക്ക് ഒരു മാറ്റം സംഭവിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. മാത്യു നസ്ലീനും അടക്കമുള്ള താരങ്ങളെ കൂടി നമുക്ക് ചേർത്ത് വെക്കാം. ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ഡയറക്ടർ സ്ക്രിപ്റ്റ് റൈറ്റർ കോമ്പോയുടെ കൂടെ ഇവർ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇവരെ ഈ ക്യാരക്ടറായിട്ട് മോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറേ എക്സസൈസ് ഒക്കെ ചെയ്യിപ്പിക്കുന്നുണ്ടാവും. അല്ലാതെ ഒരു ഡയറക്ടർ വന്ന് കഥ പറഞ്ഞു എന്നാൽ പിന്നെ ആക്ഷൻ ക്യാമറ വെച്ചോ എന്ന് പറഞ്ഞ് ഷൂട്ട് ചെയ്യല്ല ചെയ്യുക. ഒരു ആർട്ടിസ്റ്റിനെ ക്യാരക്ടറാക്കി മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള അവരുടേതായിട്ടുള്ള കുറേ ട്രെയിനിങ് മെത്തേഡ്സ് ഉണ്ട്. പിന്നെ ഈ ലൊക്കേഷനിലാണെങ്കിലും ഓരോ ഇമോഷൻസ് അല്ലെങ്കിൽ ഓരോ കോമഡി ആണെങ്കിൽ പോലും ആ മൂഡിലേക്ക് ഈ ആക്ടേഴ്സിനൊക്കെ കൊണ്ടുവരുന്ന കുറേ പരിപാടികൾ ഇവർ ചെയ്യാറുണ്ട്. അപ്പോൾ ഓരോ ഡയറക്ടേഴ്സും ഒരു ആക്ടിങ് വർക്ക്ഷോപ്പ് അല്ലെങ്കിൽ ആക്ടിങ് സ്കൂൾ പോലെയാണ്. അപ്പോൾ ഓരോ സിനിമയും കഴിയുമ്പോൾ ഇവർ മികച്ചതായി വരുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടും. ഇനി കാണുമ്പോൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. അതെല്ലാ യുവതാരങ്ങളിലും പുതുമുഖമായിട്ട് വരുന്ന ഓരോരുത്തരുടെയും പ്രകടനങ്ങളിൽ നമുക്ക് ആ ഡിഫറൻസ് മനസ്സിലാവും. അനശ്വരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ നേരെ വരെ എനിക്ക് നല്ലത് മാത്രമേ പറയാനുള്ളൂ. ഭയങ്കരമായിട്ടുള്ള ചേഞ്ചസ് അവരുടെ പല കാര്യങ്ങളിലും സംഭവിക്കുന്നുണ്ട്. പക്ഷേ ഈ അടുത്ത് കണ്ട 2-3 സിനിമകൾ എടുത്ത് നോക്കുമ്പോൾ ഒരു ചേഞ്ച് ഉള്ളതുപോലെ ഫീൽ ചെയ്യുന്നില്ല. ഒറ്റയ്ക്കൊരു സിനിമയിൽ ആളുകളെ തിയേറ്ററിലേക്ക് എത്തിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് വളർന്നു വരുന്ന ഒരു താരമാണ് അനശ്വര രാജൻ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായും അതിനായിട്ടുള്ള ശ്രമങ്ങൾ അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടതുണ്ട്. ഒരു സിനിമ ആസ്വാദകൻ എന്നുള്ള രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ പറയാൻ വേണം. അതുകൊണ്ട് ഞാനിതൊരു നെഗറ്റീവായിട്ടല്ല പറയുന്നത്, പക്ഷേ കൺവിൻസിങ് അല്ലാത്ത പ്രകടനവുമായിരുന്നു ആ ക്യാരക്ടർ. അതിൻ്റെ റൈറ്റിങ്ങിലും എനിക്ക് അത്രയും കൺവിൻസിങ് ആയിട്ട് ഫീൽ ചെയ്തില്ല. അവർ ഈ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളും അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളും രണ്ട് എക്സ്ട്രീമിൽ നിൽക്കുന്ന പോലെയാണ് തോന്നിയത്. അതിൽ സ്പോയിലർ എലമെൻ്റ് ഉണ്ട് എന്നുള്ളതുകൊണ്ട് ഇപ്പോൾ പറയുന്നില്ല. ആൻഡ് അടുത്ത പോസിറ്റീവ് ഇതിൻ്റെ മ്യൂസിക് സൈഡാണ്. മ്യൂസിക് എന്ന് ഞാൻ പറയില്ല, ടോട്ടൽ സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് വളരെ രസമായിട്ട് തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ജസ്റ്റിൻ വർഗീസ് ആണ് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. ബാക്ക്ഗ്രൗണ്ട് സ്കോർസ് ഒക്കെ നല്ല രസമാണ്. ഈ ഡയലോഗ് പറയുന്ന സമയത്ത് ഇപ്പം അനശ്വരയും സജിൻ ഗോപും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആയിരിക്കും. അപ്പോൾ അനശ്വരയുടെ ഡയലോഗിലുള്ള ചില വാക്കുകൾ എടുത്ത് റിപ്പീറ്റ് ചെയ്ത് അതിലത്തെ ചില സാധനങ്ങൾ കുറച്ചും കൂടി ഒന്ന് ആംപ്ലിഫൈ ചെയ്ത് ഇതിനെ പ്ലേസ് ചെയ്യുന്ന ചില പരിപാടികളൊക്കെ ഉണ്ട്. അതൊക്കെ ഭയങ്കര രസമായിട്ട് എനിക്ക് തോന്നി. ആദ്യമായി ഒരു സിനിമയിൽ ചെയ്യുന്ന കാര്യമൊന്നുമല്ല, പക്ഷേ വളരെ രസമായിട്ട് ഈ സിനിമ അത് വളരെയധികം എൻഹാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. വിഷ്വൽസിലേക്ക് വരുമ്പോഴും നമുക്ക് പോസിറ്റീവായിട്ട് തന്നെയാണ് സംസാരിക്കാനുള്ളത്. വളരെ രസമായിട്ട് തന്നെ ആ ആംബിയൻസും ആ ഒരു കാലാവസ്ഥയും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിൽ രസമായിട്ട് അവതരിപ്പിക്കാൻ സിനിമയ്ക്ക് സാധിക്കുന്നുണ്ട്. ഇനി നെഗറ്റീവും അല്ല പോസിറ്റീവും അല്ല എന്നുള്ള രീതിയിലുള്ളൊരു കാര്യമാണ്. എനിക്കിതിനെ നെഗറ്റീവിലേക്ക് ചേർത്ത് വെക്കണം എന്നില്ല. അതായത് ഈ സിനിമയുടെ മൊത്തം കഥ നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് കുറേ കാലങ്ങൾക്ക് മുമ്പേ ഒരുപാട് ആവർത്തി വന്നിട്ടുള്ള ഒരു കഥയുടെ തന്നെ റിപ്പിറ്റേഷൻ വരുന്ന പോലെയാണ്. അതായത് നിഷ്കളങ്കനായ നായകൻ, അതായത് ഒരു സ്ത്രീയോട് മോശമായി പെരുമാറാത്ത, ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ഒരു പണി കൊണ്ടുവന്ന് തന്നു കഴിഞ്ഞാൽ അത് പണിയാണോ എന്ന് തിരിച്ചറിയാൻ പോലും പറ്റാതെ അത് സ്വീകരിക്കുന്ന, അങ്ങനെ ഒട്ടനവധി പണി വാങ്ങിച്ചു കൂട്ടുന്ന വളരെ നിഷ്കളങ്കനായിട്ടുള്ളൊരു നായകൻ. ആ നായകൻ്റെ ജീവിതത്തിലേക്ക് ഈ നായിക കടന്നു വരികയാണ്. നീ എന്നെ നോക്കിയേ പറ്റൂ, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോകുമൊന്നുമില്ല എന്നൊക്കെ പറയുന്ന രീതിയിൽ നായകൻ്റെ തലയിലാവുന്ന നായിക. പിന്നെ അവർ തമ്മിലുള്ള കുഞ്ഞു കുഞ്ഞു വഴക്കും കാര്യങ്ങളും, അതിനുശേഷം അവർ പതുക്കെ സെറ്റാവുന്നു. ഒന്നെങ്കിൽ അതൊരു ഫ്രണ്ട്ഷിപ്പിലോ അല്ലെങ്കിൽ ഒരു പ്രണയബന്ധത്തിലോ ചെന്ന് അവസാനിക്കുന്നു. ഇത് കുറേ ആവർത്തി വന്നിട്ടുള്ളൊരു കഥ തന്നെയാണ്. പക്ഷേ അത് വളരെ ഡീസൻ്റ് ആയിട്ട് അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഈ കട്ട ക്ലീഷേ സാധനം ഇനിയും കണ്ടുകൊണ്ടിരിക്കണമല്ലോ എന്ന് പറയുന്ന ഒരു തോന്നൽ ഉണ്ടാക്കിയിട്ടില്ല. എന്നാൽ ഇത് ആവർത്തിച്ച് വന്നിട്ടുള്ളതായതുകൊണ്ട് തന്നെ വളരെ പ്രെഡിക്റ്റബിൾ ആയിരുന്നു ഇതിലെ പല സംഭവങ്ങളും. പ്രത്യേകിച്ച് ഏറ്റവും ക്ലൈമാക്സിൽ സംഭവിക്കുന്ന ആ ഒരു മെയിൻ ട്വിസ്റ്റ് വരെയും വളരെ പ്രെഡിക്റ്റബിൾ ആയിരുന്നു. പക്ഷേ ആ ട്വിസ്റ്റിലേക്കൊക്കെ വരുമ്പോൾ സാധാരണ ഒരു സിനിമയിലാണെങ്കിൽ നായകൻ കരഞ്ഞുകൂവി നിലവിളിക്കുന്നു, ബാക്ക്ഗ്രൗണ്ട് സ്കോർ സെൻഡ് ഇടുന്നു, നശിപ്പിക്കുന്നു, അയ്യോ ഇതൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള നാടകങ്ങളെയൊന്നും ഇല്ലാതെ വളരെ രസമായിട്ട് തന്നെ ആ ഒരു സിനിമയുടെ അതുവരെയുള്ള പേസിനെ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് സിനിമ അവസാനിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നായിക എന്ന് പറയുന്ന ആ ഒരു പോർഷനിലേക്ക് വരുമ്പോൾ സിനിമ ഒരു കൺവിൻസിങ് അല്ലാത്ത ഫീലാണ് എന്നിൽ ഉണ്ടാക്കിയത്. കാര്യം അവരുടെ അംബീഷൻസ് ഒക്കെ വേറെ റേഞ്ചിലാണ്. പക്ഷെ അവർ ആ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ അങ്ങനെ ഒരു അംബീഷനുള്ള ആൾ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അങ്ങനത്തെ വളരെ അംബീഷൻസ് ഉള്ള ആളുകളിൽ ചിലരൊക്കെ അവരുടെ ജീവിതത്തിൽ നടത്തിയിട്ടുള്ള വലിയ പോരാട്ടങ്ങൾ കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. അത് വെച്ച് നോക്കുമ്പോൾ ഈ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് അങ്ങോട്ട് ഒത്തില്ല. എന്നാൽ നേരത്തെ നമ്മൾ പറഞ്ഞ ആ ഒരു ഹ്യൂമറൊക്കെ ഉണ്ടല്ലോ, കുറേ നേരം ഇങ്ങനെ ചിരിച്ച് ജോളിയായിട്ടൊക്കെ ഇരിക്കാം. അങ്ങനെ കുറച്ച് ചിരികളൊക്കെ സമ്മാനിക്കുന്ന തരക്കേടില്ലാത്ത
വൺ ടൈം വാച്ചബിൾ അനുഭവമാണ് എന്നെ സംബന്ധിച്ച് പൈങ്കിളി. പക്ഷേ അത് എൻ്റെ മാത്രം പേഴ്സണൽ ഒപ്പീനിയനാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഈ സിനിമ ഒരു ഗംഭീര സിനിമയെ അനുഭവപ്പെട്ടിട്ടുണ്ടാവും, ചിലപ്പോൾ നേരെ മറിച്ചും തോന്നിയിട്ടുണ്ടാവാം. അതെന്താണെങ്കിലും അതൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താമോ? സിനിമ കാണണോ വേണ്ടി ഒന്ന് കമൻറ്റ് ബോക്സ് നോക്കി തീരുമാനിക്കുന്ന ചില ആളുകളുണ്ട്, അവർക്കതൊരു വലിയ സഹായമായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.